ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിങ്സ്റ്റൺ എന്ന തമിഴ് മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കമൽ പ്രകാശാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജി.വി. പ്രകാശ്, ഭവാനി ശ്രീ, ഉമേഷ് കെ.ആർ. ബെൻസൽ എന്നിവരാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഗോകുൽ ബിനോയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജി.വി. പ്രകാശ് കുമാർ, ദിവ്യഭാരതി, സാബുമോൻ, ചേതൻ, അളകൻ പെരുമാൾ തുടങ്ങിയവരാണ്. ഇതൊരു ഫാൻറ്റസി ഹൊറർ ചിത്രമാണ്. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഒരുപാട് ഈ സിനിമയിലുണ്ട്. ഓരോ കഥാപാത്രങ്ങളും തങ്ങളുടെ റോളുകൾ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ചെറിയ റോളിൽ എത്തിയവർ പോലും അതിമനോഹരമായി അവർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി സിനിമയെക്കുറിച്ച് പറയാം. കഥാനായകൻ ഒരു മുക്കു കുടുംബത്തിലെ അംഗമാണ്. നായകൻ്റെ അച്ഛൻ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു. എന്നാൽ കടലിൽ പോയതിനു ശേഷം തിരിച്ചു വരുന്നില്ല. കഥാനായകൻ്റെ അച്ഛൻ മാത്രമല്ല, ഇതുപോലെ ആ ഗ്രാമത്തിലുള്ള പലരും മീൻ പിടിക്കാൻ പോകുന്നവരാരും തിരിച്ചു വരുന്നില്ല. തുടർന്ന് ആ ഗ്രാമത്തിലുള്ളവർ ചേർന്ന് ആ കടലിൽ എന്തോ അമാനുഷിക ശക്തികൾ ഉള്ളത് കൊണ്ടാണ് മീൻ പിടിക്കാൻ പോകുന്നവരാരും തിരിച്ചു വരാത്തത് എന്നുള്ളൊരു നിഗമനത്തിലെത്തുകയും തുടർന്ന് അവിടുത്തെ ഗവൺമെൻറ് ഇനി ആരും ആ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകരുത് എന്നുള്ള നിയമം കൊണ്ടുവരുന്നു. എന്നാൽ നമ്മുടെ നായകൻ ഇതൊക്കെ വെറും കെട്ടുകഥയാണ്, ഇതെല്ലാം ഞാൻ പൊളിച്ചെഴുതുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോട്ടുമായിട്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. നായകൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റുമെങ്കിലും സിനിമ നല്ല രീതിയിൽ ലാഗടിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഒരുപാട് വലിച്ചു നീട്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ക്ലൈമാക്സ് വരെ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ഫാൻറ്റസി ഹൊറർ ചിത്രമാണെങ്കിലും മിസ്റ്ററി, സൂപ്പർ നാച്ചുറൽ, ഹൊറർ എല്ലാം എന്നുള്ള തുടങ്ങിയ ഫാക്ടേഴ്സൊക്കെ ഇതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യം, കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ കഥ അല്ല ഓരോ കഥാപാത്രങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് എന്ന് തോന്നി. സിനിമ പോകുന്ന റൂട്ട് മനസ്സിലാക്കി കൂടെ എത്താൻ പ്രേക്ഷകന് അല്പം ബുദ്ധിമുട്ടാണ്. കടലിൽ നമുക്ക് ഒരുപാട് പ്രേതങ്ങളെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് പ്രേതങ്ങളെ കാണിക്കുന്ന സമയത്ത് കുറേ പെൺപ്രേതങ്ങളൊക്കെ അലറിക്കൊണ്ട് വരുന്നത് കാണാം. ഈ പെണ്ണുങ്ങളും കടലിൽ മീൻ പിടിക്കാൻ പോയി കാണാതായി പ്രേതമായതാണോ എന്ന് ഞാൻ സംശയിച്ചു. സിനിമ പല റൂട്ടുകളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കഥാപാത്രത്തെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമ കണ്ടതിന് ശേഷവും മനസ്സിൽ തങ്ങി നിൽക്കുന്നതോ ഹൃദയസ്പർശിയായിട്ടുള്ളതോ ഒന്നും തന്നെ സിനിമയിലുണ്ടായിരുന്നില്ല. വെറുതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫിലിമെന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ കണ്ടവർ അഭിപ്രായം പറയുക, കാണാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.